ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും എങ്ങനെ നല്ലൊരു മട്ടൻ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ടിപ്സ് എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. എന്നാൽ ശരി, എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കിലോത്തോളം മട്ടനാണ് എടുത്തിരിക്കുന്നത്. അതും എല്ലോട് കൂടിയിട്ടുള്ള മട്ടൻ പീസാണ്. എന്നാലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. അതിനുശേഷം അത് നന്നായി കഴുകിയിട്ട് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ചെറിയുള്ളി കുറച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം. ഒരു 2-3 കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം. 2 പച്ചമുളക്, നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ച് ഇട്ടുകൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് അങ്ങനെ കൂടുതൽ അടിച്ചെടുക്കൊന്നും വേണ്ട, നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് അതും ചതച്ചിട്ട് നമുക്ക് അവിടെ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ കറി ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിലൊക്കെ ആയിരിക്കും നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിലോട്ട് ഏറ്റവും കുറച്ചിട്ടോ ഒരു സ്പൂണോളൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ മട്ടനിൽ ഉണ്ടായിരിക്കും നമുക്ക് ലാസ്റ്റ് വെന്ത് വരുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 2 വലിയുള്ളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം സൈസ് ഉള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. നല്ല വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കളറ് മാറുമ്പോഴേക്കും നമ്മുടെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലായതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ നേരം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ പച്ചമണം മാറുന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് ഒരു 3 നല്ല പഴുത്ത തക്കാളിനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് മട്ടൻ കൊണ്ട് മാത്രമല്ല കേട്ടോ, ചിക്കനും ബീഫൊക്കെ നിങ്ങളെ കയ്യിലിരിക്കുമ്പോൾ ഇതേ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കറി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഒരു സ്പെഷ്യലായിട്ട് തന്നെ കേട്ടോ. നമുക്ക് അപ്പത്തിനും പുട്ടിനും അതുപോലെ ചപ്പാത്തിക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റാണേ. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി 1 സ്പൂണോളം, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം, 2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവും കൂട്ടിയും കുറച്ചിട്ട് എടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണോളം വലിയ ജീരകം, അതുപോലെ തന്നെ 1/2 സ്പൂണോളം ചെറിയ ജീരകം, 1/4 സ്പൂണോളം ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മസാലയ്ക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മട്ടനിലേക്കുള്ള ഉപ്പ് നമ്മൾ കുറച്ചായിട്ട് മിക്സാക്കി വെച്ചതുണ്ടല്ലോ, അത് കാരണം നമ്മൾ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഇനി പൊടികളൊക്കെ ഇട്ട് എടുത്തിട്ട് അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾ ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മളെ മട്ടനും കൂടി ഇതിലോട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം നമുക്ക് ആ സ്മെല്ല്, ആ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതായിട്ട് നന്നായിട്ട് എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബാക്കി നമ്മുടെ മട്ടനിൽ നിന്ന് ഇറങ്ങി വരും. നമ്മൾ കുക്കറിൽ വെക്കുന്നത് കാരണം നമുക്ക് വെള്ളം കുറച്ചും കൂടി കൂടുതലായി കിട്ടുമല്ലോ. ഇനി നമുക്കൊരു 5 വിസിലടിച്ചപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിനായി വെന്ത് കിട്ടുക. അപ്പോൾ ഇതായിട്ട് നമ്മുടെ മട്ടൻ ഇത് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് രൂപത്തിൽ വെന്തിട്ടുണ്ട്. പിന്നെ കണ്ടോ നല്ല ഓയിലും ഒക്കെ കണ്ടതെന്ന് ഇറങ്ങി വന്നിക്കണം. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് ഇതൊക്കെ കറിയോട് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കുറുന്നനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു താളിപ്പും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഒരു ചട്ടി വെക്കാം കേട്ടോ. ഏത് ചട്ടി വെക്കാം. പിന്നെ നമ്മൾ കൂടുതലും മൺചട്ടിയൊക്കെ വെക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. 1 സ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളോ ഒഴിച്ചെടുത്താൽ മതി. അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിയിട്ട് വരുമ്പോഴേക്കും നമുക്ക് 5-6 അല്ലി ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും.
ഇനി അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ദാ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മട്ടൻ കറി ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മട്ടൻ കറി ഇതാ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എന്തിൻ്റെ കൂടെയും നല്ല സൈഡ് ഡിഷായിട്ട് കഴിക്കാം കേട്ടോ. നമുക്ക് പത്തിരി, ചപ്പാത്തി, അതുപോലെ തന്നെ ഒന്നും അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് നേരം കൂടി തിളപ്പിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അസലായിട്ടുള്ള ഒരു കറിയല്ലേ ഇത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാലേ എന്തുമാത്രം ടേസ്റ്റുള്ള മട്ടൻ കറിയാണെന്ന്. നിങ്ങൾ ഇതുവരെ ആയിട്ടും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ചെയ്ത് നോക്കണം കേട്ടോ. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഫേവറായിട്ടുള്ള മട്ടൻ റെസിപ്പി തന്നെ ആയിരിക്കും ഇത്, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോയും ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങളായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായി തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടിപൊളി ഒരു വെറൈറ്റി സ്പെഷ്യലും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.